Hi students, welcome to my class. നമ്മൾ എൻട്രൻസിന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ് നോക്കുവാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The quantity which has the same dimensions as that of gravitational potential is. First option latent heat, പിന്നീട് impulse angular acceleration, specific heat capacity, പിന്നീട് Planck's constant. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ അതേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി ഏതാണെന്നാണ്. ഇത് 2013 ചോദിച്ച ചോദ്യമാണ്. നമുക്കാദ്യം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആണ്. അതായത് വർക്ക് ഡൺ ആണ്, പെർ മാസ് ആണ്. അപ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ മാസ്, ഒരു കിലോഗ്രാമിൻ്റെ ഉള്ള വർക്ക് ഡൺ ആണ്. മൊത്തം മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിലോഗ്രാമിൽ ചെയ്യുന്ന വർക്ക്, 1 യൂണിറ്റ് മാസിൽ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കും. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിവൈഡഡ് ബൈ മാസ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം MA ആണ്, F=MA ആണ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ m, ആക്സലറേഷൻ ഡയമെൻഷൻ LT⁻², ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ L, മാസിൻ്റെ ഡയമെൻഷൻ m. ഇത് മാസും മറ്റത് ആക്സലറേഷനുമാണ്. അപ്പോൾ m വെട്ടിപ്പോകുന്നു. പിന്നീട് എന്തുണ്ട്? L²T⁻² എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനുമുണ്ട്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം സോളിഡ് ലിക്വിഡ് ആകാൻ ആവശ്യമായതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. 1 കിലോഗ്രാം ലിക്വിഡ് ഗ്യാസ് ആകുവാൻ ആവശ്യമായ ഹീറ്റാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ നമ്മുടെ ലേറ്റന്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ ക്വാണ്ടിറ്റി ഓഫ് Q = mL ആണ്. mLFO mLV. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണെങ്കിൽ LV എന്നും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണെങ്കിൽ LF എന്നുമാണ്. അപ്പോൾ mL ആണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഹീറ്റ് നമുക്കറിയാം, ഹീറ്റ്, വർക്ക്, എനർജി, ഈ 3 സാധനങ്ങളുടെ ഡയമെൻഷൻ ഒന്നാണ്: ഹീറ്റ്, വർക്ക്, എനർജി. അപ്പോൾ ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും എനർജി, വർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുക mL²T⁻² ആണ്. അത് തന്നെയാണ് ഹീറ്റിൻ്റെത്, mL²T⁻². ഇനി ഇതെന്ന് പറയുന്നത് മാസാണ്. മാസിൻ്റെ ഡയമെൻഷൻ m ആണ്. L ആണ് ലേറ്റന്റ് ഹീറ്റ്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് m തമ്മിൽ വെട്ടിപ്പോകും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L²T⁻² ആണ് ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ഓപ്ഷനായ ഏതന്നെയാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് മറ്റ് ഓപ്ഷൻ കൂടി ചെയ്തു നോക്കാം. അടുത്തത് ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അതിന് നമ്മൾ ആംഗുലർ വെലോസിറ്റി ഉണ്ട്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ്. അപ്പോൾ v = r⍵ എന്നാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലീനിയർ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ആംഗുലർ വെലോസിറ്റി ω = v/r. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. ഇത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ദൂരമാണ്. അപ്പോൾ L ആണ്. L ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T⁻⁻1 ആണ്. ഇനി ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണ്. ആക്സലറേഷൻ = ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. ω/T ആണ്. ഒമേഗയുടെ T⁻⁻1 ആണ്. പിന്നീട് താഴെ ഒരു ടിയും കൂടെ വരും. അപ്പോൾ ആംഗുലർ ആക്സലറേഷൻ ഡയമെൻഷൻ T⁻⁻² ആണ്. അടുത്തത് ഒരെണ്ണം എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ നമുക്ക് ഇക്വേഷൻ അറിയാം. ക്വാണ്ടിറ്റി ഓഫ് Q = mc∆T. ഇതിനകത്ത് C ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ്, ഇത് മാസാണ്, ഇത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് Q / m∆T ഡയമെൻഷൻ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആണ്. mL²T⁻² ആണ്. അപ്പോൾ mL²T⁻² ഡിവൈഡഡ് ബൈ മാസിൻ്റെ m∆T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് K ആണ്. അപ്പോൾ നമുക്ക് മാസ് കട്ട് ചെയ്തു, പിന്നെ L² T⁻², പിന്നെ K മുകളിൽ വരും.
അപ്പോൾ എൽ സ്ക്വയർ ടി റൈസ് ടു -2 കെ റൈസ് ടു -1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എനർജി, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇ ബൈ ന്യൂ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് പറഞ്ഞാൽ 1/t ആണ്. ടൈം പീരീഡ് ടി റൈസ് ടു -1 ആണ്. ടി റൈസ് ടു -1ഉം -2 കൂടെ വെട്ടിപ്പോയിട്ട് മുകളിൽ ഒരു ടി റൈസ് ടു 1 വരും. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 ആണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. എച്ചിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ആക്സലറേഷൻ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി വരും. അപ്പോൾ എം എൽ ടി റൈസ് ടു -1 ആണ് ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനായ ഓപ്ഷൻ എ ആണ് ലേറ്റൻറ്റ് ഹീറ്റ്. അതിൻ്റെ ഡയമെൻഷനും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷനും ഒന്നാണ്. എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. അപ്പോൾ കറക്റ്റായ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ പെർസെൻറ്റേജ് എറർ ഇൻ മെഷറിംഗ് എം എൽ ആൻഡ് ടി ആർ 1%, 1.5%, 3% respectively. Then the percentage error in measuring the physical quantity with the dimensions m l raised to -1 t raised to -1 is ഓപ്ഷനുകൾ 1%, 3.5%, 3%, 4.5%, 5.5%. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തതും 2013 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -t ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതിൽ എമ്മിലുള്ള പെർസെൻറ്റേജ് എറർ ഓഫ് 1 ആണ്, എല്ലിലുള്ളത് 1.5 ആണ്, ടിയിലുള്ളത് 3% ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആ ക്വാണ്ടിറ്റിയിലുള്ള മൊത്തം പെർസെൻറ്റേജ് എറർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1 ആണ്. -1 ആയാലും +1 ആയാലും നമുക്ക് ഒരേപോലെയാണ് ഡയമെൻഷൻ കൂട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. എം എൽ ടി ആയിരുന്നെങ്കിലും എൽ റൈസ് ടു -1 ആണെങ്കിലും +1 ആണെങ്കിലും ഡയമെൻഷൻ ഈ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നത് ഒരുപോലെയാണ്. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ ദ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എറർ ഇൻ എം പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ എൽ പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ടി ആയിരിക്കും. കാരണം ഇതിൻ്റെ പവർ 1 ആണ്. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണ്ട, ഇതിൻ്റെ പവറും 1 ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1.5 + 3 3 1 4 4 1 5.5. അപ്പോൾ 5.5% ആണ് ഇതിൽ ഉള്ള എറർ. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എം പ്ലസ് 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എൽ പ്ലസ് മൈനസ് മൈൻഡ് ചെയ്യേണ്ട 3 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ടി ആയിരിക്കും. അപ്പോൾ പവർ മൈനസ് ആണോ പ്ലസ് ആണോ നോക്കണ്ട, ആ പവർ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ മതി. ഇവിടുത്തെ പവർ 1 ആണ്, ഇവിടുത്തെ പവർ 1 ആണ്, ഇവിടുത്തെ പവർ 1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എം പ്ലസ് 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എൽ പ്ലസ് 3 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ടി ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ആണ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ എ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ഈസ് 2% ആൻഡ് ദാറ്റ് ഇൻ ദ ഒബ്സർവേഷൻ ഓഫ് ദ ടൈം പീരീഡ് ഈസ് 3%, then the maximum percentage error in determination of the acceleration due to gravity g is options 5%, 6%, 7%, 8% and 10%. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തത് 2014 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലിലുള്ള പെർസെൻറ്റേജ് ഓഫ് എറർ 2 ആണ്. ടിയിലുള്ള പെർസെൻറ്റേജ് ടൈം പീരീഡ് ടിയിലുള്ളത് 3% ആണ്. അങ്ങനെയാണെങ്കിൽ ജിയിലുള്ള പെർസെൻറ്റേജ് ഓഫ് എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π × √L/g എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജിയുടെയാണ്. അപ്പോൾ നമ്മൾ ജി എന്താണെന്ന് ഇതിനകത്ത് എഴുതണം. അപ്പോൾ എഴുതുകയാണെങ്കിൽ രണ്ടിടത്തും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ t² ഈസ് ഈക്വൽ ടു 4π² L/g. ജി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു 4π² L/t
ടി സ്ക്വയർ. 4 കോൺസ്റ്റൻ്റ് ആണ്, പൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പിന്നെ എല്ലും ടിയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ജിയിലെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജ് എറർ ജി ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഇത് രണ്ടും മൈൻഡ് ചെയ്യേണ്ട. പിന്നീടുണ്ട് എല്ലുണ്ട് ടി ഉണ്ട്. അപ്പോൾ എല്ലിന് പവർ ഒന്നുമില്ല. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ എൽ പ്ലസ് പിന്നെ ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ പവർ എടുത്ത് ഫ്രണ്ട് ഇടുന്നു. 2 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ ടി ആണ്. പെർസെൻറ്റേജ് എറർ ഇൻ എൽ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ പവർ 2, പിന്നെ പെർസെൻറ്റേജ് എറർ ഇൻ ടി എന്ന് പറയുന്നത് 3 ആണ്. 3 2 6, 6 2 8. അപ്പോൾ 8% പെർസെൻറ്റേജ് എറർ ഇൻ ജി എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ പ്രോബ്ലംസുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.